ആട്ടിൻകുട്ടികളുടെ പരിചരണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ് ആട്ടിൻകുട്ടികളുടെ പരിചരണം. എന്നാൽ കൃത്യമായ പരിചരണത്തിൽ വളരുന്ന കുട്ടികളാണ് ഭാവിയിലെ നല്ല ആടുകൾ എന്നത് നമ്മളാരും മറക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ജനനം ഭാരമാണ്. ജനിക്കുന്ന സമയത്ത് തൂക്കം നോക്കാനുള്ളൊരു സൗകര്യമുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. തുടർന്ന് ഓരോ മാസവും അവയ്ക്ക് എത്രത്തോളം ഭാരം വയ്ക്കുന്നുണ്ടോ എന്ന് കണക്കാക്കേണ്ടതാണ്. മാസത്തിലൊരിക്കലെടുക്കുന്ന തൂക്കം മുൻപത്തെ തൂക്കവുമായി തട്ടിക്കഴിച്ച് നോക്കുമ്പോഴാണ് ശരാശരി ഒരു മാസം ലഭിച്ച ഭാരം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. 6 മാസം വരെ ഇത്തരത്തിൽ ഭാരം കണക്കാക്കണം. ഒരു മലബാറി ആടിനെ സംബന്ധിച്ചിടത്തോളം ശരാശരി ഒരു മാസം 2.25 കിലോ മുതൽ 3 കിലോ വരെയെങ്കിലും തൂക്കം കൂടിയിരിക്കണം. നിങ്ങളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ആട് വളർത്തുന്ന ആളാണെങ്കിൽ 2.25 കിലോയിൽ കുറവാണ് ശരീരഭാരം ഉണ്ടാകുന്നതെങ്കിൽ ആ ബിസിനസ് നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടമാകാനാണ് സാധ്യത. ഇത്തരത്തിൽ ശരീരഭാരം ലഭിക്കണമെങ്കിൽ ആട്ടിൻകുട്ടികളുടെ തീറ്റക്രമവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ ഒരു മാസം ഏകദേശം പൂർണ്ണമായും അമ്മയുടെ പാലിനെ ആശ്രയിച്ചായിരിക്കും അവർ വളരുന്നത്. ഒരു 15-20 ദിവസങ്ങൾക്കപ്പുറം തന്നെ ആട്ടിൻകുട്ടികൾ ചെറുതായി ഇലകളൊക്കെ കടിച്ചു തുടങ്ങും. 2-ാം മാസവും 3-ാം മാസവും ഒക്കെ അല്പാൽപ്പം അവ മറ്റു ഭക്ഷണങ്ങളിലേക്ക് മാറി 3 മാസം കഴിയുമ്പോൾ പൂർണ്ണമായും പാലിൽ നിന്ന് ഒഴിവാകുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും പലരും 3 മാസത്തേക്ക് അപ്പുറവും 6 മാസം വരെയൊക്കെ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പൊതുവെ ശരീരഭാരത്തിനോ ശരീരത്തിൻ്റെ മറ്റു പ്രത്യേകിച്ചുള്ള വളർച്ചയ്ക്കോ ഒന്നും വലിയ സഹായം ചെയ്യില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1-ാം മാസം മുതൽ തന്നെ പാലിൽ നിന്നും പതുക്കെ മാറി ഖരാഹാരങ്ങളിലേക്ക് സമീകൃതമായ ഖരാഹാരങ്ങളിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാരവർധന വളരെ കൃത്യമായ രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ വളരെ കൃത്യമായ ഭാരവർധന ലഭിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ. ശാസ്ത്രീയമായി തയ്യാറാക്കിയ സമീകൃത തീറ്റയാണ് നൽകുന്നതെങ്കിൽ ആവശ്യത്തിന് പുല്ലും പച്ചിലകളും ലഭിക്കുന്ന ഒരാടിന് മറ്റ് സപ്ലിമെൻറ്റുകളൊന്നും തന്നെ ആവശ്യമില്ല. അമിതമായ തോതിൽ സപ്ലിമെൻറ്റുകൾ വാങ്ങി ആവശ്യത്തിനും അനാവശ്യത്തിനും നൽകുന്ന ഒരു പ്രവണത പൊതുവെ ഇപ്പോൾ കണ്ടുവരുന്നു. ഇവയിൽ പലതും ആവശ്യമില്ലാതെ നൽകുന്നതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത.